കെഎസ്ആർടിസിക്ക് ബാധ്യതയായ യൂണിയൻ നേതാക്കൾ അതർ ഡ്യൂട്ടി എന്ന പേരിൽ കാര്യമായ പണിയില്ലാത്ത ശമ്പളം വാങ്ങുന്നത് 200ഓളം പേരാണ്. ഇതുമൂലം കോർപ്പറേഷന് മാസം തോറും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ചീഫ് ഓഫീസിലെ ടൈം ടേബിൾ സെല്ലിലാണ് അംഗീകൃത യൂണിയൻ നേതാക്കൾക്ക് ജോലിയുടെ പേരിൽ സുഖസൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 ബിഗ് സ്റ്റോറി. അതർ ഡ്യൂട്ടി എന്ന ഓമന പേരിൽ കെഎസ്ആർടിസി കേന്ദ്ര ഓഫീസിൽ പണിയെടുക്കുന്നവരിൽ സ്റ്റേഷൻ മാസ്റ്ററും ഇൻസ്പെക്ടർമാരും കണ്ടക്ടർമാരും മുതൽ ഗ്യാരേജ് മസ്തൂറും ടയർ ഇൻസ്പെക്ടറും വരെയുണ്ട്. എല്ലാവരും ചെയ്യുന്നത് ക്ലറിക്കൽ ജോലികൾ. മിനിസ്റ്റീരിയൽ വിഭാഗത്തിലെ 303 പേർക്ക് പുറമെ നിരവധി അതർ ഡ്യൂട്ടിക്കാരാണ് കേന്ദ്ര ഓഫീസിലുള്ളത്. കണ്ടക്ടർ, ഡ്രൈവർ വിഭാഗത്തിലുള്ള 33 പേർ ഇവിടെ അതർ ഡ്യൂട്ടി ചെയ്യുന്നു. നിരവധി ഇൻസ്പെക്ടർമാരും മെക്കാനിക്കൽ ജീവനക്കാരും കേന്ദ്ര ഓഫീസിൽ വിവിധ ജോലികൾ തരപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് ട്രാഫിക് സെക്ഷന്റെ ഭാഗമായിരുന്ന ടൈം ടേബിൾ സെൽ പിന്നീട് പ്രത്യേക വിഭാഗമാക്കി യൂണിയൻ നേതാക്കൾക്ക് സുഖലാവണമാക്കിയിരിക്കുന്നതായാണ് മറ്റൊരു ആരോപണം. CITU, INTUC അനുകൂല യൂണിയനുകൾ ഇവിടെ 4 വീതം തസ്തികകൾ വീതിച്ചെടുത്തിരിക്കുകയാണ്. CITU യൂണിയന്റെ പ്രധാന നേതാവടക്കം ഇവിടെ പ്രവർത്തിക്കുന്നു. യാത്രാക്കൂലി വർദ്ധിപ്പിക്കുമ്പോഴും മറ്റും മാത്രമാണ് ഇവിടെ കാര്യമായ ജോലിയുള്ളതെന്നിരിക്കെ നേതാക്കൾക്ക് യൂണിയൻ പ്രവർത്തനത്തിനുള്ള സൗകര്യാർത്ഥമാണ് സെൽ പ്രവർത്തിക്കുന്നതെന്ന് ജീവനക്കാർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. രാജമാണിക്യം MD ആയി ചുമതലയേറ്റ ആദ്യ നാളുകളിൽ ടൈം ടേബിൾ സെല്ലിൽ ഡ്യൂട്ടി സമയത്ത് ആളില്ലാത്തത് പരിശോധിച്ച് ബോധ്യപ്പെടുകയും കർശന നടപടിയെടുക്കുമെന്ന് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് സഹായത്തിന് നിയോഗിച്ചിരിക്കുന്നത് പോലും 2 ഇൻസ്പെക്ടർമാരെയും ഒരു കണ്ടക്ടറെയുമാണ്. വിജിലൻസ് വിംഗ്, വിജിലൻസ് സെക്ഷൻ എന്നീ പേരുകളിലൊക്കെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാക്കി ആളുകളെ കുത്തി നിറച്ചിരിക്കുകയാണ്. അതർ ഡ്യൂട്ടിക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഡിപ്പോകളിൽ സ്ഥാനക്കയറ്റവും പുതിയ നിയമനങ്ങളും നടത്തുന്നു. 30,000-വും 40,000-വും രൂപ ശമ്പളം വാങ്ങുന്നവർ ജൂനിയർ ക്ലർക്കിന്റെ പണി പോലും ചെയ്യേണ്ടി വരുന്നില്ല. ഡിപ്പോകളിൽ ക്ലർക്കൽ ജോലികൾക്കായും നിരവധി പേർ അതർ ഡ്യൂട്ടി തരപ്പെടുത്തിയിരിക്കുന്നു. ഭയം മൂലമാണ് മറ്റു ജീവനക്കാർ ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്നും KSRTCയിലെ അതർ ഡ്യൂട്ടി സംവിധാനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും വഞ്ചൂർ ബാറിലെ അഭിഭാഷകനായ ക്ലാരൻസ് മിറാൻഡ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഓരോ ഡിപ്പോയിൽ ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ ഏകദേശം 10,000-50,000 രൂപയോളം മാസം ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഇവരൊക്കെ അതർ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ ചീഫ് ഓഫീസറിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിടെ അങ്ങനെ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കുന്ന എല്ലാവരെയും ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലൂടെ തന്നെ ഒരു ഹർജി ഫയൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും മറ്റുമാണ് സാധാരണഗതിയിൽ അതർ ഡ്യൂട്ടി അനുവദിക്കുന്നതെങ്കിൽ KSRTCയിൽ യൂണിയനുകളുടെ ഒത്താശയോടെ ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യുകയാണ്. KSRTCയിലെ ജീവനക്കാരുടെ എണ്ണം ദേശീയ ശരാശരിയേക്കാൾ വളരെ അധികമാണെന്നതിന് പ്രധാന കാരണം തൊഴിലാളി സംഘടനകളുടെ ഒത്താശയോടെയുള്ള അതർ ഡ്യൂട്ടി സംവിധാനമാണ്. KSRTCയെ രക്ഷിക്കാൻ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ ഈ നടപടികളും അവസാനിപ്പിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് KSRTCയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ നിന്നും പ്രദീപ്, ന്യൂസ് 18.